Hi friends, welcome to Vim's Corner. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് സോർ ആൻഡ് സ്പൈസി പോർക്ക് ഡിഷാണ്. ഇതൊരു ചൈനീസ് ഡിഷാണ്. ഞാൻ ഈ ചൈനീസ് ഡിഷിൽ ഇച്ചിരി സ്പൈസി ആഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ 500 gram പോർക്ക് ക്യൂബ്സായി കട്ട് ചെയ്തത് എടുക്കണം. അതിലോട്ട് 2 tablespoon ഓഫ് സോയാ സോസ്, 1/4 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. അത് ആ പോർക്ക് കുറച്ച് ടെൻഡർ ആവാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്, 1/2 ടീസ്പൂൺ ഓഫ് പെപ്രിക്ക പൗഡർ, 1/4 ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ 1 to 2 hours റെഫ്രിജറേറ്ററിൽ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമ്മളത് പോർക്കിൻ്റെ ഓരോ പീസസും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊരു കോട്ടിംഗ് കൊടുത്തിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്യണേ. ആ കോട്ടിങ്ങിന് നമുക്ക് മുട്ടയും കോൺഫ്ലവറും ആവശ്യമാണ്. കോൺഫ്ലവർ മാത്രമായാലും കുഴപ്പമില്ല. അത് നമ്മൾ മൈദയും കോൺഫ്ലവറും കൂടി ഹാഫ് എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ആ പൊടി തയ്യാറാക്കി വയ്ക്കണം. ഫസ്റ്റ് നമ്മൾ ഓരോ പീസസ് മുട്ടയിൽ മുക്കി പൊടിയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ അഗെയിൻ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെയും പൊടിയിൽ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു തിക്ക് കോട്ടിങ് ഉണ്ടാക്കി അത് എല്ലാ പീസും അതേപോലെ ചെയ്യണം. അതിനുശേഷം നമ്മളത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടാക്കി അതിലോട്ട് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ പീസസ് എല്ലാം ഇട്ട് നന്നായി ഫ്രൈ ചെയ്യണം. അതൊരു 5 minutes നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലവും ഈവണായിട്ട് ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 minutes ശേഷം നമ്മളത് കോരി ഒരു പാത്രത്തിലോട്ട് വെച്ച് നമ്മളത് ക്രിസ്പായിട്ടില്ല, നമ്മളത് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5 minutes അതൊന്ന് ചൂടൊന്ന് ആറി അതൊന്ന് സോഫ്റ്റ് ആകും കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ അത് ഒരു പ്രാവശ്യം കൂടിയും നന്നായി ചൂടായ എണ്ണയിലിട്ട് അതിട്ട് നമ്മളൊന്ന് കൂടി വറുത്തെടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പുറം കോട്ടിങ് നല്ല ക്രിസ്പായിരിക്കും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. സോസിലൊക്കെ ഇടുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ചെയ്യും. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് പിന്നെ അതിലോട്ട് 4 tablespoon കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് പിന്നെ 2 tablespoon ഓഫ് വിനീഗർ ഒഴിച്ച് 1 tablespoon ഓഫ് സോയാ സോസ് പിന്നെ 2 tablespoon ഓഫ് ഷുഗർ പിന്നെ 1/4 ടീസ്പൂൺ ഓഫ് ക്രഷ്ഡ് പെപ്പർ, പെപ്രിക്ക പൗഡർ. പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പെപ്പർ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. എല്ലാവരുടെ കയ്യിലും പെപ്രിക്ക പൗഡർ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെപ്രിക്ക പൗഡറിന് പകരം നമുക്ക് പെപ്പർ പൗഡർ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ആ വെള്ളവും ജ്യൂസും ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലോട്ട് നമ്മൾ 2 tablespoon ഓഫ് കോൺ സ്റ്റാർച്ച് ഇട്ട് ലംസ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം അതിലോട്ട് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ഓഫ് ചില്ലി ഫ്ലേക്സ്, അത് ഓപ്ഷനിലാണ്. സ്പൈസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർത്തിട്ടുള്ള കാരണം അത് ഒരു അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി ഇളക്കി ഒരു സോസ് കൺസിസ്റ്റൻസി വരെ നമ്മളത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഡിഷ് പ്രിപ്പയർ ചെയ്യാം. അതിനൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് 1 tablespoon ഓഫ് ഫൈൻലി ചോപ്ഡ് ഗാർലിക് ഇട്ട് കുറച്ച് നേരം നമുക്കൊരു 1 minute സോട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് 1 ചോപ്ഡ് ക്യാപ്സിക്കം, ഡൈസ്ഡ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് ഒരു ലാർജ് ഡൈസ്ഡ് ഓണിയൻ കട്ട് ചെയ്തത് നമുക്ക് ആഡ് ചെയ്തും അതും ഒന്ന് ഇളക്കി ഒരു 1 minute സോട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് 1/2 കപ്പ് ഓഫ് പൈനാപ്പിൾ അരിഞ്ഞത് ആഡ് ചെയ്യാം.
അതിൽ കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കാം. ഒന്ന് വാടി കിട്ടണ വരെ. ഒത്തിരി നമ്മൾ സോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 1 to 2 minutes ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ക്രിസ്പ്നെസ് പോകരുത്, ജസ്റ്റ് അതിൻ്റെ റോ ഇതും പോയാൽ മതി. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് ആഡ് ചെയ്ത് ഒരു 1 to 2 minutes അതും സോട്ട് ചെയ്യുക. അതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്വീറ്റ് സോർ സ്പൈസി സോസ് ആഡ് ചെയ്ത് നന്നായി 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സോർ സ്പൈസി പോർക്ക് ഡിഷ് റെഡിയായി. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെയും ന്യൂഡിൽസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you for next video. Bye.